പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച സിന്ദൂരിയുടെ ഹിഡുംബി എന്ന നോവലിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. വളരെ സവിശേഷതകളുള്ള ഒരു രചനയാണ് ഇത് എന്ന് ആദ്യമേ പറയുകയാണ്. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും പുനർവായിക്കാനുള്ള ശ്രമങ്ങൾ പല കാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചകളിലൊന്നിലാണ് ഹിഡുംബി എന്ന നോവൽ പ്രസിദ്ധീകൃതമാവുന്നത്. പക്ഷേ വളരെ ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം, നമ്മൾ ആഘോഷിച്ച കഥാപാത്രങ്ങളെയല്ല, മറിച്ച് നിരാകരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇതിഹാസത്തെ പുനർവായിക്കാനുള്ള ശ്രമം അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ പുസ്തകം രചിച്ച സിന്ദൂരിയെ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പരിചിതനായ ഡോക്ടർ ജോൺ പിട്ടാസ് MP ആണ്. പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാത്ത സഖാവിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ദിവ്യ S. അയ്യനാണ്. പ്രത്യേകിച്ച് ആമുഖങ്ങൾ ആവശ്യമില്ല, നമ്മുടെ എല്ലാ പരിപാടികളിലും ഉള്ള വളരെ പരിചിതമായ ഒരു മുഖമാണ്. ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിഡുംബി എന്ന പുസ്തകത്തിൻ്റെ പരിചയം നിർവഹിക്കുന്നത് അരുൺ എഴുത്തച്ഛനാണ്. വിശുദ്ധ പാവങ്ങളുടെ ഇന്ത്യ അടക്കം അനവധി ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ വായനയിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് NP ചന്ദ്രശേഖരൻ മാഷാണ്. അദ്ദേഹവും നമുക്ക് കൈരളിയുമായി വർഷങ്ങളായി ബന്ധമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകർ, സിന്ദൂരിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, എഴുത്തുകാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യൻ എപ്പിക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നോവലുകളുടെ ഒരു പ്രളയമാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എപ്പിക്കുകളെ, മഹാഭാരതം, രാമായണം തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ എപ്പിക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധി വർക്കുകളാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രസിദ്ധിയിലേക്ക് വന്നിട്ടുള്ളത്. അത് ചിലതൊക്കെ ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് അച്ചടിക്കുന്നത്. ഇതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഈ ഒരു കാലഘട്ടം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായകമായ ഒരു കാലഘട്ടമാണ്, ഒരു പരിണാമത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അതിന് അനുസൃതമായിട്ട് വന്നിട്ടുള്ള ഒരു കൾച്ചറൽ ഹെജിമണി ഇവിടെ ആധിപത്യം നേടാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു സംഗതികൾ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വർക്കുകൾ പലതും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൊരു റൈസുമായി, ഒരു ഉയർച്ചയുമായി ബന്ധപ്പെടുത്തി തന്നെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ പലതും ഒരു പക്ഷേ നമ്മളെ വളരെ റിലീജിയസ് ആയിട്ട് കരുതിയിരുന്ന പല കഥകളും കഥാപാത്രങ്ങളുമൊക്കെ ഇതിഹാസുല്യരായിട്ടുള്ള മനുഷ്യരായിട്ട്, ചിലതൊക്കെ വർത്തമാനകാലത്ത് ജീവിക്കുന്ന മനുഷ്യപ്പോൾ തന്നെ അവതരിപ്പിക്കുക. ശിവ ട്രിലോഗി, അസുര തുടങ്ങിയിട്ടുള്ള വർക്കുകൾക്കകത്തൊക്കെ പലതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ നിലയിൽ ഇതിനെ അവതരിപ്പിക്കുന്ന ഇതിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് പല വർക്കുകളും. ഇത്തരമൊരു എന്ന് മാത്രമല്ല, പുതിയ തലമുറ ഒരുപക്ഷെ പഴയ രാമായണം, മഹാഭാരതം ഇതിനെക്കുറിച്ച്
ആധികാരികമായി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. വളരെ ചുരുക്കത്തിൽ സിന്ദൂരിയുടെ ഹിഡുംബി എന്നുള്ള പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. രണ്ടിവിടെ പല ആൾക്കാരും ഉറങ്ങുന്നുണ്ട്. തുളസിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സിന്ദൂരിക്ക് കൈരളിയിൽ ഇത്രത്തോളം സ്വാധീനമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം ആരിഫ് അവധി പ്രഖ്യാപിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഓഫീസിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ദിവ്യനോട് പറയായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് പോലും ഇത്ര ക്യാമറ ഇല്ല. ദിവ്യയുടെ മനസ്സ് ഞാൻ വായിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്. അതെ അതെ. അപ്പം അത്രത്തോളം പോപ്പുലറാണ് ഗ്രന്ഥകാരി എന്നുള്ള കാര്യം മനസ്സിലായിരിക്കും. ഇവിടെ സ്വാഗതം പറഞ്ഞ സുഹൃത്തും അതുപോലെ രഞ്ജിത്തും അടിവരയിട്ടൊരു കാര്യമുണ്ട്. ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ ഒരു പുനർവായന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുനർവായനയുടെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് വേണം സിന്ദൂരിയുടെ ഹിഡുംബി എന്നുള്ള ഈ നോവലിനെ കാണാൻ വേണ്ടി. സിന്ദൂരി ഒരു പക്ഷം പിടിച്ചിട്ടുണ്ട്, ഹിഡുംബിയുടെ പക്ഷത്താണ്. മാത്രമല്ല സിന്ദൂരിയുടെ പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യത്വമല്ല യഥാർത്ഥത്തിൽ മൂല്യമേറിയത്, കാടത്തമാണ് മൂല്യമേറിയത്. കാട്ടിലെ മൂല്യബോധമാണ് നാട്ടിലെ മൂല്യബോധത്തേക്കാൾ, മനുഷ്യരുടെ മൂല്യബോധത്തേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അസുരന്മാരുടെ രാക്ഷസന്മാരുടെ മൂല്യബോധമാണെന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബദൽ വായനയാണത്. പുനർവായനകൾ മലയാളത്തിൽ നിരവധി ഉണ്ടായിട്ടുണ്ട്. സാഹിത്യകാരനായിട്ടുള്ള അരുണുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രശേഖറുണ്ട്. ഇവരൊക്കെ ഇതേക്കുറിച്ച് പ്രതിപാദിക്കുമായിരിക്കും. പക്ഷെ നമ്മളെ സ്പർശിച്ച ചില പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് MTയുടെ രണ്ടാം ഊഴമാണ്. വലിയൊരു പുനർവായനയാണ് യഥാർത്ഥത്തിൽ മലയാളിക്ക് പകർന്നു കൊടുത്തത്. പിന്നെ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള ആ ഒരു പുസ്തകം യഥാർത്ഥത്തിൽ ദ്രൗപദിയുടെ മാനസിക വ്യവഹാരത്തിലൂടെ കർണനെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. കർണനാണ് യഥാർത്ഥത്തിൽ നായകനായിട്ട് ഇവിടെ വെട്ടിത്തിളങ്ങുന്നത്. അതിനുശേഷവും ചില പുനർവായന ശ്രമങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് വയലാറിൻ്റെ രാവണപുത്രി എന്നുള്ളൊരു കവിത ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. വളരെ അടുത്തറിയാവുന്ന സമൂഹമാണ്, സമൂഹത്തിൻ്റെ സംശയമാണ് സീതയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. രാവണനേക്കാളും വില്ലനായി ഭവിക്കേണ്ട രാവണനേക്കാൾ കൂടുതൽ സീതയെ ചുട്ടത് യഥാർത്ഥത്തിൽ സീതയുടെ സമൂഹം തന്നെയാണെന്ന് അടിവരയിടുന്ന വയലാറിൻ്റെ രാവണപുത്രി എന്നുള്ള ആ കവിത. രാമായണത്തിന് രാവണൻ്റെ പക്ഷത്ത് നിന്നൊരു രാമായണം എഴുതണമെന്ന് വിചാരിച്ച വ്യക്തി കൂടിയാണ് യഥാർത്ഥത്തിൽ വയലാർ. ആ പുസ്തകം നമുക്ക് കിട്ടാതെ പോയി. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പുനർവായനകൾക്കിടയിൽ അത് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ചെലുത്തുന്ന സ്വാധീനങ്ങൾ. ഈ രാമായണത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ രൂപങ്ങൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളൊക്കെ എങ്ങനെയാണ് മാറി മറിഞ്ഞത്, എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചത് എന്നുള്ളത് വളരെ അടുത്തു നിന്ന് നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പുനർവായനകൾക്ക് പല രൂപത്തിലും ഭാവത്തിലുമുള്ള സ്വഭാവ വിശേഷങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹിഡുംബി ക്ഷേത്രത്തെക്കുറിച്ചല്ലേ പിന്നെ ദിവ്യ പറഞ്ഞു കേട്ടത്. ഹിമാചലിലെ മണാലിയിൽ അവിടെ സുന്ദരി പോയിട്ടുണ്ടാ? പോകാതെയാണോ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രത്തോളം ഭാവന ചിറക് വിടർത്തി പറന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇവിടെ നിങ്ങളാരും അത്ഭുതപ്പെടേണ്ട, ഇതിന് മറ്റ് തമിഴ്നാട്ടിൽ ഇടുമ്പനും ഇടുമ്പിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇടുക്കിയിൽ രാമക്കൽ മേടിൽ ഇടുമ്പിയുടെയും ഇടുമ്പൻ്റെയും
സ്തൂപങ്ങളുണ്ട്, പ്രതിമകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല വേർഷൻസും നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഹിഡുമ്പനും ഇടുമ്പിയാകുന്നു, മുരുകൻ്റെ ദ്വാരപാലകരാകുന്നു, അങ്ങനെ പല അർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങളും പുനർവ്യാഖ്യാനങ്ങളും ഈ പുസ്തകത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഇതിവൃത്തത്തെ മുൻനിർത്തി ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ ഹോളാണ്, ഒരുപാട് പേര് തിങ്ങി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ആൾക്കാർ കാണുന്നുണ്ട്. ദീർഘമായ പ്രഭാഷണങ്ങൾക്കല്ല നമ്മൾ കാതോർക്കുന്നത് ഇതുമായി ഈ പുസ്തകം നല്ല രൂപത്തിൽ വായിച്ച ദിവ്യയുടെ അപഗ്രഥനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഗ്രന്ഥകർത്താവിൻ്റെ, പിന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ കൂടെയുണ്ട്. ചന്ദ്രശേഖരനും ഒരു മലയാള സാഹിത്യ പണ്ഡിതനാണ്. അപ്പോൾ ഇത്രയും പേരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് തന്നെ ഒരു അപകടമാണ്. അല്ലേ സിന്ധു? അല്ലേ തുളസി? ശരിയല്ലേ? ആണോ അല്ല? ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം നിർത്താതിരിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ്. എന്തായാലും ഒരു പത്രപ്രവർത്തക അല്ലെങ്കിൽ ഒരു അവതാരക ഒരു സർഗാത്മക സൃഷ്ടിയുടെ ഗ്രന്ഥകർത്താവാകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പത്രപ്രവർത്തകർക്ക് സാഹിത്യ സർഗാത്മക സിദ്ധി ഇല്ല എന്ന് പൊതുവേ ഒരു ധാരണ ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ കൃത്യാന്തര ബാഹുല്യത്തിനിടയ്ക്ക് ഇതുപോലുള്ള ഒരു ഇതിവൃത്തത്തെ മുൻനിർത്തി ഒരു പുരാണ കഥാപാത്രത്തെ മറ്റൊരു രൂപത്തിലേക്ക് ആഖ്യാനം ചെയ്ത് അതിനൊരു അർത്ഥദീപ്തി നൽകുന്നതിൽ സിന്ദൂരി വിജയിച്ചു എന്നുള്ള ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം ഒരിക്കൽ കൂടി റിലീസ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ അവർ പ്രിയങ്കരായ സിന്ദൂരി, ശ്രീ രഞ്ജിത്ത്, ശ്രീ അരുൺ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കുചേരുന്നത്. സിന്ദൂരിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഹിഡുമ്പി എന്നുള്ളത് സിന്ദൂരിയുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയ്ക്ക് ആവേശഭരിതയായിട്ടാണ് സിന്ദൂരി ഇതോടെ ഇരിക്കുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ എഴുത്തുകാരിയുടെ ആ ഒരു ഹൃദയകൽപ്പനയാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ഹിഡുമ്പി എന്നുള്ള ഒരു കഥാപാത്രത്തെ തൻ്റെ ഉള്ളിൽ നെഞ്ചിൽ പേറിക്കൊണ്ട് ചാലിച്ചെഴുതിയ ഒരു നോവലാണ് എന്നുള്ളത് നമുക്ക് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും. അധികം സങ്കീർണതകളൊന്നും ഇല്ലാതെ നമ്മൾ മഹാഭാരതം, ഹിഡുമ്പി എന്നുള്ള ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുമോ എന്നുള്ള ഒരു ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടാകും. കാരണം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാന ധാരണ ഇല്ലാതെ വായിച്ചാൽ മനസ്സിലാകുമോ എന്നൊക്കെയുള്ള ചില ആശങ്കകൾ വായനക്കാർക്കുണ്ടാകും. അങ്ങനെയുള്ള ആശങ്ക ഒന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ പുസ്തകം ബ്രിട്ടാ സാർ പറഞ്ഞ പോലെ ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല, പക്ഷേ വായിച്ചു തുടങ്ങി, കുറച്ച് ഭാഗങ്ങൾ വായിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം, വളരെ ലളിതമായി നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ വഴി വളരെ രസകരമായ ഒരു യാത്രയിലൂടെയാണ് സിന്ദൂരി നമ്മളെ ഹിഡുമ്പി എന്ന നോവലിലൂടെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സഞ്ചാരത്തിൽ നിങ്ങളെല്ലാവരും സിന്ദൂരിയോടൊപ്പം പങ്കുചേരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരാണ ഇതിവൃത്തങ്ങൾ നമുക്ക് അനേകം പുസ്തകങ്ങളിലൂടെ വീണ്ടും ഒരു പുനർവായന നടത്തുവാനും ഒരു പുതിയ വീക്ഷണത്തിലൂടെ അവയെ കാണുവാനുമൊക്കെ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഊർജം പകരുന്ന, കൂടുതൽ ഇന്നത്തെ സാമൂഹിക വസ്തുതകളോട് നിരക്കുന്ന രീതിയിലുള്ള ഒരു വായനയായിരിക്കും ഹിഡുമ്പി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പലപ്പോഴും മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ കഥകളും ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു ചൊല്ലുണ്ട്. നമ്മുടെയൊക്കെ ഒരു പക്ഷേ 2 തലമുറകൾക്ക് മുൻപുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്തില്ലാത്ത കഥയൊന്നും ലോകത്തില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വാചകം അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും കൂടി അതിൽ ഇടം നൽകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്.
കാരണം അതിൽ നിന്ന് നമ്മൾ പ്രചോദനം ഊറ്റിയെടുത്തുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്കതിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്തില്ലാത്ത കഥയൊന്നും ലോകത്തിലില്ല എന്ന് പറയുന്നത്. ആ ഒരു കണ്ണോട്ടത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ സിന്ധൂരിയുടെ പുസ്തകത്തിലെ അവസാനത്തെ പിന്നെ ഖണ്ഡികയിലെ ഒരു വരിയുണ്ട്. ആ വരി ഇന്ന് ഞാൻ വായിച്ചു കാണിക്കാം. എനിക്ക് തോന്നുന്നു ഭീമനോട് പറയുന്ന അതെ ഒരു വരിയാണ്. കത്തുന്ന കണ്ണുകളോടെ അവൾ തുടർന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു ഖണ്ഡികയാണ്. അത് കഴിഞ്ഞിട്ട് അതിലെ ഒരു വരി, നിന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നിന്നെ കാത്തിരിക്കുന്ന കൽപ്പനകളുടെയും നിർദ്ദേശങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകളുടെ ഭാരത്താൽ നീ തളരുമ്പോൾ, താങ്ങാൻ ആളില്ലാതെ കിതയ്ക്കുമ്പോൾ നീ ഓർക്കണം, നിന്നെ താങ്ങേണ്ടവൻ നിനക്ക് അന്യനാണ് എന്ന്. വിഷമം വരുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ? ഒരു പക്ഷേ നിരാശയായിരിക്കണം അവിടെ ആ വരി വായിക്കുമ്പോൾ നമുക്ക് തോന്നുക, അല്ലേ? അത്രയും അധികം ഭാരങ്ങൾ ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നിന്നെ താങ്ങേണ്ടവൻ നിനക്ക് അന്യനാണെന്ന് നീ ഓർക്കണം എന്നുള്ളതാണ് ആ വരിയിൽ പറയുന്നത്. അത് പലപ്പോഴും ജീവിതത്തിൽ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമാണ്. നമ്മളെപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും സഹായം ചെയ്യുന്ന ആളുകൾ തന്നെ ആകണം ഇങ്ങോട്ട് മറുസഹായം ചെയ്യേണ്ടത് എന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ് അതെപ്പോഴും. അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ അതേ സ്നേഹം ഇങ്ങോട്ട് തത്തുല്യമായി ലഭിക്കണം എന്ന് മനുഷ്യ മനസ്സ് വാശി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ്. ആ സംഘർഷത്തിനുള്ള ഒരു ഉത്തരമാണ് ആ വരിയിൽ സിന്ധൂരി തന്നിരിക്കുന്നത്. അത് ഹിഡംബിയുടെ തന്നെ കഥയിൽ ഒരു ഉപകഥയായിട്ട് വരുന്ന മറ്റൊരു ഇതുപോലത്തെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിനെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഛായാമുഖി എന്നുള്ള ഒരു ഉപകഥ, അല്ലേ? ഛായാമുഖിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഛായാമുഖി എന്നുള്ളത് പിന്നെ പലപ്പോഴും നമ്മളിപ്പം ദൃശ്യാവിഷ്കരിച്ചാൽ നമ്മുടെ ആറന്മുള കണ്ണാടിയെ പോലത്തെ ഒരു കണ്ണാടിയായിട്ടാണ് പലരും അത് വരച്ച് കാട്ടുക. നല്ല ഭംഗിയുള്ള ഒരു ദർപ്പണം, ഒരു കണ്ണാടിയാണ് ഛായാമുഖി എന്നുള്ളത്. അപ്പോൾ ഹിഡംബിയുടെ കയ്യിൽ ഒരു ഛായാമുഖി ഉണ്ടായിരുന്നുവെന്നും ഒരു കണ്ണാടി ഉണ്ടായിരുന്നുവെന്നും ആ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ അതിൽ നമ്മുടെ മുഖമാണ് തെളിഞ്ഞു കാണുന്നത്. പക്ഷേ ഛായാമുഖിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്ന വ്യക്തിയാണ് അതിൽ തെളിഞ്ഞു കാണുന്നത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖമാണ് ഛായാമുഖി എന്ന കണ്ണാടിയിൽ തെളിഞ്ഞു കാണുന്നത്. നമ്മുടെ സ്വന്തം മുഖമായിരിക്കണം എന്നില്ല. എനിക്ക് എന്നെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വന്നാൽ ചിലപ്പോൾ എൻ്റെ മുഖം തെളിഞ്ഞു കണ്ടു എന്ന് വരാം. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി ആരാണ് ആ വ്യക്തിയുടെ മുഖമാണ് ഛായാമുഖിയിൽ തെളിഞ്ഞു കാണുക. നല്ല രസമായിരിക്കില്ലേ അങ്ങനെ ഒരു കണ്ണാടി നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ? എല്ലാവരുടെയും തനി നിറം അപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഛായാമുഖി ഹിഡംബി എടുത്ത് നോക്കിയപ്പോൾ ആരുടെ മുഖമാണ് തെളിഞ്ഞത്? ഭീമസേനൻ്റെ മുഖമാണ്, ഭീമൻ്റെ മുഖമാണ് തെളിഞ്ഞത് അതിൽ. അതിനുശേഷം ആ കണ്ണാടി ഭീമന് കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹിഡംബി പ്രതീക്ഷിച്ചത് ആദ്യം ഭീമൻ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഹിഡംബിയുടെ മുഖം തെളിയും എന്നായിരുന്നു. പക്ഷേ ഭീമൻ അതിലേക്ക് എത്തി നോക്കിയപ്പോൾ അതിൽ പാഞ്ചാലിയുടെ മുഖമാണ് തെളിഞ്ഞത്. ഇനി പാഞ്ചാലിയുടെ കയ്യിൽ കൊണ്ട് ഈ ഛായാമുഖി കൊടുത്തപ്പോൾ അതിൽ തെളിഞ്ഞത് അർജുനൻ്റെ മുഖമായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെ ഇത് മഹാഭാരതത്തിൽ ഉണ്ടെന്ന് ഇല്ലെന്നുള്ള ഒരു വിവാദമുണ്ട്. പക്ഷേ എന്തായാലും ആ ഒരു സങ്കല്പം എന്നുള്ളത്, ആ കഥ എന്നുള്ളത് വളരെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും, അല്ലേ? ആ ഒരു മനുഷ്യബന്ധങ്ങളുടെ വാഴ്ചയും വീഴ്ചയുമാണ് യഥാർത്ഥത്തിൽ ഛായാമുഖിയിലൂടെ പറഞ്ഞു കാണിക്കുന്നത്. ഹിഡംബിയുടെ ജീവിതകഥയും അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു തത്വമാണ് അതിൽ സിന്ധൂരി പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഒരു പുരാണ ഇതിവൃത്തവും അതിൻ്റെ വ്യാഖ്യാനവും എന്നുള്ളത് കവിഞ്ഞ് ഇത് ഇന്നത്തെ സാമൂഹിക നിലപാടുകൾക്കനുസൃതമായി ഒരു തുറന്ന മനസ്സോടുകൂടി നമ്മൾ വായിച്ചാൽ അതിന് കുറച്ചുകൂടി അഴകേറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് സിന്ദൂരിക്ക് സാധിക്കട്ടെ. അതിന് ഊർജം പകരുവാൻ ചിന്താ പബ്ലിഷേഴ്സിനും സാധിക്കട്ടെ. സിന്ദൂരിയുടെ എല്ലാ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ. നല്ലൊരു വായന അനുഭവമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് സാറിനോടൊപ്പം വേദി പങ്കിടാൻ വീണ്ടും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറേ കാലം മുൻപ് JB ജംഗ്ഷനിൽ കണ്ട് ഒരുപാട് സമയം പങ്കിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു മിന്നൽ സന്ദർശനം അവിടെ എവിടെയും വെച്ച് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കണ്ട് കുറച്ച് തമാശകളൊക്കെ പങ്കുവെക്കാൻ സാധിച്ചതിൽ വീണ്ടും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സ്നേഹം, നന്ദി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് ഉദ്ദേശിച്ച പോലെ പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ വന്ന ശേഷമാണ് തൃശ്ശൂരിൽ ഒരു വെടിക്കെട്ട് അപകടത്തിൻ്റെ വാർത്ത വന്നത്. ഞാൻ അവിടെ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ച് ശ്രദ്ധ പാളിപ്പോയി. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സമയം എടുക്കില്ല. ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഒരുപാട് മഹാഭാരതത്തെ, രാമായണത്തെയൊക്കെ പലതരത്തിൽ ആഖ്യാനം ചെയ്തുകൊണ്ടുള്ള പല കൃതികൾ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് വ്യാസൻ്റെ മൗനങ്ങളാണ് മഹാഭാരതം എന്ന് പറയാറ്. വ്യാസൻ എഴുതാൻ ഗ്യാപ്പിട്ട് വെച്ചെടുത്ത് നമുക്ക് കയറി എന്തും എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യുക്തിസഹമായിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതുക. ഇപ്പോൾ നമ്മൾ രണ്ടാം മൂഴം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ശിവാജി സാവന്തിൻ്റെ കർണൻ നോക്കിക്കഴിഞ്ഞാൽ, ഇനി ഞാൻ ഉറങ്ങട്ടെ നോക്കിക്കഴിഞ്ഞാലൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വളരെ ഭംഗിയായിട്ട് ഇതിൽ വ്യാസൻ മറച്ചു വെച്ച അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഭാഗങ്ങളെ പൂരിപ്പിച്ചുകൊണ്ട് സിന്ദൂരി എഴുതിയൊരു പുസ്തകമായിട്ടാണ് ഹിഡുംബിയെ ഞാൻ വായിക്കുന്നത്. ഞാൻ ഈ പുസ്തകം വളരെ നേരത്തെ വായിച്ചതാണ്. എനിക്കിത് വളരെ മുമ്പ് വായിക്കാൻ കഴിഞ്ഞു, പ്രിൻറ്റിങ്ങിന് മുമ്പ്. എന്നിട്ട് കുറച്ച് അക്ഷരത്തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നത്. പക്ഷേ അത് പിന്നെ പോരാന്നിട്ടായിരിക്കും പിന്നെ ചന്ദ്രശേഖർ സാറെ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വായിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നിയത് പുതിയ കാലത്ത് എന്നുള്ളൊരു വായനയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീപക്ഷ വായന കൂടി അതിനകത്ത് ഉണ്ട്. അത് അറിയാം. സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എഴുതുമ്പോൾ അത് തന്നെ കടന്നു വരും. അതൊരു സ്ത്രീപക്ഷമായിട്ട് എഴുതേണ്ട കാര്യമില്ല. സിന്ദൂരി എഴുതുമ്പോൾ അത് തന്നെ കടന്നു വന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മഹാഭാരതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഭാരതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹിഡുംബി അവതരിപ്പിച്ചിരിക്കുന്നതും സിന്ദൂരിയുടെ ഹിഡുംബി അവതരിപ്പിച്ചിരിക്കുന്നു. ഇടയ്ക്ക് രണ്ടാം മൂഴത്തിൽ MT അവതരിപ്പിച്ചിരുന്നതൊക്കെ കൂടി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആ മാറ്റം കുറച്ചുകൂടി വ്യക്തമാവുമെന്നാണ് തോന്നുന്നത്. വ്യാസഭാരതത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഭാഷാഭാരതത്തിലും പറയുന്നത് ഹിഡുംബി ഒരു ഹിഡുംബൻ്റെ കാട്, ഹിഡുംബൻ ഭരിക്കുന്ന കാട്, ആ കാട്ടിൽ ഹിഡുംബൻ്റെ സഹോദരി ഹിഡുംബി, അവിടെ ഒരു 5-6 പേര് വരുന്നു, കുന്തിയും കുറച്ച് മക്കളും വരുന്നു. അപ്പോൾ ഹിഡുംബൻ ഉറക്കമുണർന്നപ്പോൾ പുള്ളിക്ക് ഭക്ഷിക്കണം. പുള്ളി ഒരു നരഭോജിയായ കാട്ടാളനാണ്, പുള്ളിക്ക് ഭക്ഷിക്കണം. അപ്പോൾ പുള്ളി ഹിഡുംബിയോട് പറയുന്നു, പോയി അവരെ പിടിച്ചിട്ട് വാ, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് പുള്ളി അനിയത്തി അങ്ങോട്ട് വിടുന്നു. അനിയത്തി അവിടെ പോയി, അവരെഴുതിയിരിക്കുന്നത് സുന്ദരിയായി വേഷം കെട്ടിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിന്ദൂരിയുടെ ഹിഡുംബിക്ക് സുന്ദരിയായിട്ട് വേഷം കെട്ടേണ്ട കാര്യമില്ല. ഓൾറെഡി സുന്ദരിയായിട്ടാണ് ഹിഡുംബി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വേഷം കെട്ടിപ്പോകുന്ന, നമ്മൾ വ്യാസഭാരതം നോക്കിക്കഴിഞ്ഞാൽ വേഷം കെട്ടിപ്പോകുന്ന ഹിഡുംബി അവിടെ ചെന്ന് വളരെ ഈ ഭീമൻ മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങുകയാണ്. അപ്പോൾ ഭീമനോട് പറയുന്നു, സത്യത്തിൽ എന്നെ ഇങ്ങനെ നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ വിട്ടതാണ് ഞാൻ, പക്ഷേ നിങ്ങളെ സഹായിക്കാം, നിങ്ങളെ തോളിൽ വെച്ച് പറക്കാൻ എനിക്ക് ശേഷിയുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ ഭീമൻ പറയണം, കുഴപ്പമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം, തിന്നേണ്ട ആളിങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഹിഡുംബൻ കുറേ സമയം കഴിഞ്ഞിട്ടും ഈ തൻ്റെ ഫുഡ് ഡെലിവറി ചെയ്യാത്തതുകൊണ്ട് പുള്ളി വരുന്നു. അവിടേക്ക് വരുമ്പോൾ ഈ ആൾക്കാരെയൊക്കെ കണ്ട് പുള്ളി അവിടെ വെച്ചൊരു യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഈ ഭീമൻ ഹിഡുംബനെ വധിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഭീമൻ്റെ ആദ്യ വധമാണ് ഹിഡുംബൻ എന്നുള്ളതാണ് രണ്ടാം മൂഴത്തിലത് പറയുന്നത്. രണ്ടാം മൂഴത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി സുന്ദരിയാക്കിയിട്ടുണ്ട് ഹിഡുംബിയെ. പക്ഷേ ഹിഡുംബിക്ക് അങ്ങനെ സുന്ദരിയായി എന്നുള്ളതിനപ്പുറം വലിയ ഒരു കഴിവുകളൊന്നുമില്ല. അവർ വന്നിട്ട് ഭീമനോട് പറയുകയാണ്, ഇങ്ങനെ ഭീമനോട് തൻ്റെ പ്രേമയാതന നടത്തുന്നതൊക്കെ ആയിട്ട് തന്നെയാണ് രണ്ടാം മൂഴത്തിലും പറയുന്നത്.
ഭീമൻ അവിടെ നിന്ന് ഹിഡുംബി അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ കുടുംബം താമസിക്കുന്നിടത്ത് പോയിട്ട് തേൻ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ, ഇതൊക്കെ നമ്മൾ ധർമ്മിഷ്ഠൻ എന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ പറയുന്നത്, ഭീമനോട് പറയുന്നത്, ഇവരുടെ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, കാട്ടാളത്തിയാണ്, രാത്രി മനുഷ്യനെ പിടിച്ച് തിന്നാൻ മടിക്കില്ല, മായാവിദ്യകൾ അറിയുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിക്കും നമ്മൾ രണ്ടാം മുഴുവൻ വ്യാസഭാരതം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ സാമ്യമുണ്ട്. കാരണം വ്യാസഭാരതത്തിലും കുന്തി പറയുന്നുണ്ട്, ഭീമനോട് പറയുന്നുണ്ട്, പകലൊക്കെ ഇവരുടെ കൂടെ നടന്നാലും രാത്രി തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. അതിനെ MT കുറച്ചുകൂടി പോളിഷ് ചെയ്തിട്ടാണ് പറയുന്നത്, മായാവിദ്യകളൊക്കെ പഠിച്ചവരാണ്, അപ്പോൾ രാത്രി അവരുടെ കൂടെ നടക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഹിഡുംബി വായിക്കുമ്പോൾ, സിന്ദൂരിയുടെ ഹിഡുംബി വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള യാതൊന്നുമില്ല, ഇങ്ങനെയുള്ള ഈ മായാവിദ്യകളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതിനകത്ത് വളരെ നമ്മളിപ്പോഴത്തെ കാലത്ത് സംസാരിക്കുന്ന പോലെ ഏകദേശം അങ്ങനെയൊക്കെ പറയാവുന്ന രീതിയിൽ കുറച്ചുകൂടി ലോജിക്കലായിട്ടാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് അവരുമായിട്ടൊരു സംഗമം നടക്കുന്നില്ല. ഈ കുന്തിയും ഭീമൻ്റെ മറ്റ് സഹോദരങ്ങളുമായിട്ട് ഒരു സമാഗമം നടക്കുന്നില്ല. ഭീമനുമായിട്ട് മാത്രമാണ് ഹിഡുംബിയുടെ കോൺവെർസേഷനുകൾ നടക്കുന്നത്. അത് മാത്രമല്ല, ഈ കഥ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സാധാരണ നമ്മൾ ഹിഡുംബിയുടെ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഘടോൽഗജൻ്റെ കഥ നമ്മൾ അതിനകത്ത് കൂട്ടി വായിക്കും. ഘടോൽഗജൻ ഉണ്ടാവുന്നു, ഘടോൽഗജനെ കൊല്ലാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഒരു പ്രത്യേക ഐഡിയ എടുക്കുന്നതൊക്കെ അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഘടോൽഗജനെ കൊല്ലാൻ വേണ്ടിയിട്ട് മേഘമായിട്ട് കൊണ്ടുവരുന്നു. കർണൻ്റെ കയ്യിലിരിക്കുന്ന വൈജയന്തി എന്ന് പറയുന്ന അസ്ത്രം എങ്ങനെയെങ്കിലും കർണൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കൃഷ്ണൻ ഒരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഘടോൽഗജൻ വരുന്നു. ഘടോൽഗജനെ കർണൻ അവസാനം ഇത് ചെയ്ത് വീഴ്ത്തുന്നു, അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ ശ്രീകൃഷ്ണൻ അതിനകത്ത് എല്ലാവരും പറയുന്നുണ്ട്, ഘടോൽഗജൻ വീണതോട് കൂടിയിട്ട് കർണൻ്റെ കയ്യിലെ അമ്പൊഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരും ആശ്വാസം കൊള്ളുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു ആൾ കൂടി ഒഴിഞ്ഞു, ഘടോൽഗജൻ എന്ന് പറയുന്ന ഒരു ബാധ്യത കൂടി ഒഴിഞ്ഞു പാണ്ഡവർക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൂടി നമ്മൾ കുടുംബത്തിൻ്റെ ഷെയർ കൊടുക്കേണ്ടി വരുമായിരുന്നു എന്ന അർത്ഥത്തിൽ കൃഷ്ണൻ അത് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്തരം ചില സൂചനകൾ ഇപ്പോൾ രണ്ടാം മൂഴത്തിലുണ്ട്. കുന്തി പറയുന്നുണ്ട്, എൻ്റെ 5 മക്കളിൽ എൻ്റെ 5 മക്കളുടെയും മൂത്ത പൗത്രൻ നിൻ്റെ മകനായിരിക്കും എന്ന് കുന്തിയും പറയുന്നുണ്ട്. ഈ വിട്ടുപോകുമ്പോൾ ഹിഡുംബിയോട് പറയുന്നുണ്ട്, എൻ്റെ എല്ലാ പുത്രന്മാരിലും വെച്ചിട്ട് ആദ്യത്തെ പൗത്രൻ നീ ആയിരിക്കും, നിനക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നീ അവനെ കൂട്ടി എന്നെ കാണാൻ വരണം എന്നൊക്കെ പറയുന്നുണ്ട്, അതിനകത്തും പറയുന്നുണ്ട്. പക്ഷേ ഈ സിന്ദൂരിയുടെ ഹിഡുംബിയിൽ ഇവിടേക്കൊന്നും എത്തുന്നില്ല. ഇതിനകത്ത് കുറച്ചുകൂടി ബോൾഡായ ഹിഡുംബിയാണ്. ഹിഡുംബി ഭീമൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ അതിന് വളരെ തത്വശാസ്ത്രപരമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ സമയത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള വളരെ വെറും കാൽപ്പനികമായിട്ടല്ല, കുറച്ച് പ്രായോഗികമായിട്ട് തത്വശാസ്ത്രപരമായിട്ടൊക്കെ ഭീമനെ ഉപദേശിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇതിനകത്ത് ഹിഡുംബി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഹിഡുംബി അവസാനം ഹിഡുംബനും ഭീമനും തമ്മിലുള്ള യുദ്ധത്തിൽ ഹിഡുംബിയുടെ ശബ്ദം കേട്ട് ഹിഡുംബൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഭീമൻ ആ അവസരത്തിൽ ഹിഡുംബനെ വീഴ്ത്തുകയാണ്. അപ്പോൾ ഹിഡുംബി വന്ന് ചോദിക്കുന്നു, ഹിഡുംബി ആ സമയത്ത് തൻ്റെ പ്രേമഭാജനത്തിനോട് ഉള്ള ഒരു അടിമത്തം കൊണ്ട് അയാളെ കുറ്റവിമുക്തനാക്കുന്നില്ല. ഹിഡുംബി ചോദിക്കുന്നു, നിങ്ങളൊരു ദ്വന്ദ്വയുദ്ധമായിരുന്നില്ലേ, അതിലെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണോ നിങ്ങൾ എൻ്റെ സഹോദരനെ വീഴ്ത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാന്ന് ഭീമൻ പറയുന്നിടത്ത് ഹിഡുംബി അപ്പോഴാണ് ഈ നേരത്തെ ഇവിടെ വായിച്ച പോലെ ഭീമനുള്ള ശിക്ഷ വിധിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് താങ്ങാൻ വേണ്ട ആൾ നിനക്ക് അന്യനായി മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീമനെ ഒഴിവാക്കാൻ ഒരു മടിയില്ല. അവിടെ വെച്ചിട്ട് ഈ നോവൽ അവസാനിക്കുകയാണ്. ഘടോൽഗജൻ്റെ ജനനമോ മറ്റു കാര്യങ്ങളൊന്നും ഈ നോവലിൽ വരുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് സിന്ദൂരി മറ്റൊരു നോവലിൽ വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നോവലിൻ്റെ തുടർച്ചയായിട്ട് ഹിഡുംബിയുടെ ഈ ഹിഡുംബിയെ കാവലേൽപ്പിച്ചിട്ടാണ് ഹിഡുംബൻ അവസാനം മരണത്തിന് കീഴ്പ്പെടുന്നത്. അതിൻ്റെ ബാക്കിയായിരിക്കും ഇവിടെ പറഞ്ഞ ഉണ്ടെന്ന് പറയുന്ന ക്ഷേത്രം, ഹിഡുംബിക്ക് ഉണ്ടെന്ന് പറയുന്ന ക്ഷേത്രം, അവിടെ കാവൽ ദൈവമായിട്ടാണ് ഹിഡുംബിയെ ആരാധിക്കുന്നത്. അതുപോലെ ഒരു ചിലപ്പോൾ യാദൃച്ഛികമായിരിക്കാം, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് എഴുതിയതായിരിക്കാം. ഇതിലൊരു ആ കാടിൻ്റെ കാവൽ ഏൽപ്പിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. പിന്നെ വളരെ ഈ നോവൽ എഴുതുമ്പോൾ, ഇപ്പോൾ ഇവിടെ എന്നെ സാഹിത്യകാരൻ എഴുത്തുകാരനൊക്കെ വിളിച്ചെങ്കിലും ഞാനിതുവരെ നോവലോ അല്ലെങ്കിൽ കഥയോ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ആകെ യാത്രാവിവരണം മാത്രമാണ് എഴുതിയിരിക്കുന്നത്, നോൺ ഫിക്ഷൻ മാത്രമേ എഴുതാൻ അറിയുള്ളൂ. എല്ലാവരും ചോദിക്കാറുണ്ട് കഥ എന്താ എഴുതാത്തതെന്ന് ചോദിക്കാറുണ്ട്. ഞാനൊരു കഥ എഴുതിയിട്ട് ഞാൻ ഒരാൾക്ക് വായിക്കാൻ കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു ചെയ്തു ഇനി എഴുതുമെന്ന് പറഞ്ഞു. അതിനുശേഷം കഥ എഴുതാറില്ല. കഥ എഴുതുന്നതിനെ കുറച്ച് ഈ സാറ് പറഞ്ഞ പോലെ ഭാവന ചിറക് വിടർത്തുമ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, അത് ലോജിക്കലായിട്ട് കൂട്ടിമുട്ടിയില്ലെങ്കിൽ അത് നമ്മളവിടെ സഹപ്രവർത്തകനാണ്
നമ്മൾ ഭാവന ചെറുകെ വിടർത്തുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് സിന്ദൂരി കുറച്ച് ഭംഗിയായിട്ട് കുറേ സാധനങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്ന് വെച്ചാൽ കുറേ ശേഖരിച്ചു വെച്ച സ്വർണവും മറ്റു കാര്യങ്ങളും ഒരാവശ്യവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ തിന്നാൻ പറ്റാത്തതെന്ന് കരുതി സൂക്ഷിച്ചു വെച്ച മഞ്ഞ നിറത്തിലുള്ള കുറേ ലോഹങ്ങൾ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ പിന്നെ പുറം ലോകം പോയി കണ്ടുവരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് വിലപിടിപ്പുള്ള സ്വർണവും രത്നങ്ങളുമാണെന്ന് മനസ്സിലാവുകയും അവർ അത് വിദ്യ പഠിക്കാൻ വേണ്ടി ആയോധന വിദ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു പ്രതിഫലമായിട്ട് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു കാലത്ത് കുടിക്കാൻ പറ്റില്ല എന്ന് കരുതി ഉപേക്ഷിച്ച് പോയ കിണറുകൾ പിന്നീട് എവിടെയോ എഞ്ചിൻ കണ്ടുപിടിച്ച് കാറുകൾ കണ്ടുപിടിച്ചപ്പോൾ ഇത് പെട്രോൾ ആണെന്ന് മനസ്സിലാക്കി അതിന് വില കിട്ടിയെന്ന് പറയുന്നുണ്ട് ഈ ഗൾഫ് നാടുകളിൽ. എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്ത് വിലയില്ലാതായി പോയ ഒരു കാര്യത്തിന് പിന്നീട് പുറം ലോകം കാണുമ്പോൾ വില ഉണ്ടാവുകയാണ്. ഇത് സ്വർണവും വെള്ളിയാണ്, രത്നങ്ങളാണെന്ന് മനസ്സിലാവുകയും അതിന് വിലയുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഇനി പറയാനുള്ള ഒരു കാര്യം, ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ മഹാഭാരതവും രാമായണവും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. മഹാഭാരതത്തിൽ എല്ലാവരും വില്ലന്മാരാണെന്ന് പറയും. എല്ലാവരും വില്ലന്മാരാണ്. നിങ്ങൾ ഏത് കഥാപാത്രത്തെ എടുത്തു കഴിഞ്ഞാലും അയാളുടെ ഒരു വില്ലത്തരം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏറ്റവും നമ്മൾ ധർമ്മിഷ്ഠൻ എന്ന് വിളിക്കുന്ന യുധിഷ്ഠിരനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ചെയ്യാത്ത ഉടായ്പകളില്ല. അങ്ങനെ ആരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ യുദ്ധം ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തവരാണ്. അതേപോലെ തന്നെ ഈ ഇത് വായിക്കുമ്പോൾ കുന്തിയെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ മാതൃത്വത്തെ ഭയങ്കര പ്രകീർത്തിച്ച് പറയും. പക്ഷേ ഇതിനകത്ത് ഭീമൻ പറയുന്നുണ്ട് കുന്തി ചെയ്തൊരു തെറ്റ്, ഒരു 5 പേരെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കുറ്റബോധം അയാൾ ഹിഡുംബിയായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാതൃത്വത്തെ ഒന്നും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. അമ്മ തെറ്റു പറഞ്ഞു എന്ന് മകൻ മനസ്സിലാക്കിക്കൊണ്ട് അത് കാമുകിയോട് പറയുന്നുണ്ട്. അപ്പോൾ കുന്തി അവിടെ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഹിഡുംബനെ വലിയ ഒരു താരകമായിട്ടൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഈ നോവലിൽ പോലും നമുക്ക് കാണാം എല്ലാ ആയോധന വിദ്യയും പഠിച്ചു കഴിഞ്ഞിട്ട് ഗുരുവിനെ യാത്ര അയക്കുമ്പോൾ അവസാനം ഹിഡുംബൻ അയാളെ കഴുത്തെടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ ഈ കാടിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പുറത്തു പോകുന്നത് തങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ നായകന്മാരെല്ലാവരും. മഹാഭാരതത്തിലെ ഏത് നായകനെയും ഏത് നായികയും നിങ്ങൾക്ക് അവരുടെ ഒരു ദുഷ്ടത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ തിരിച്ച് രാമായണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെല്ലാവരും നന്മയുള്ളവരായിരിക്കും. അതിൽ നിങ്ങൾ രാവണനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് പോലും ഒരു നന്മയുണ്ടായിരിക്കും. അയാൾ സീതയെ തട്ടിക്കൊണ്ട് പോയെങ്കിലും അവരുടെ സമ്മതം ഇല്ലാതെ തൊടുന്നില്ല എന്നുള്ളൊരു നന്മയുണ്ടായിരിക്കും. ഒരൊറ്റ വാക്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് സുഭാഷ് ചന്ദ്രൻ എഴുതിയത് ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, ലക്ഷ്മണൻ വാളെടുത്ത് അമ്മയെ കൊല്ലാൻ പോകുമ്പോൾ വനവാസം പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ അമ്മയെ കൊല്ലാൻ വാളെടുക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നത്, ഒരാളെ കൊന്നതുകൊണ്ട് അയാളുടെ ആത്മാവ് നശിക്കുന്നില്ല, പിന്നെ എന്താ കൊന്നിട്ട് കാര്യം എന്നാണ് ചോദിക്കുന്നത്. തിരിച്ച് ഇനി നമ്മൾ മഹാഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജുനൻ അമ്പെടുത്ത് കൊല്ലാൻ നിൽക്കുമ്പോൾ കൃഷ്ണൻ അർജുനൻ പേടിച്ച് നിൽക്കുകയാണ്, ഇത്രയും ആൾക്കാരെ ഞാൻ കൊല്ലണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നത്, ഒരാളെ കൊന്നാലും അയാളെ ആത്മാവ് അവശേഷിക്കുമല്ലോ, അപ്പോൾ പിന്നെ കൊന്നൂടെ, എന്തിനാണ് പേടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരേ കാര്യം തന്നെ 2 ഗ്രന്ഥങ്ങളിൽ 2 രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നിൽ പറയുന്ന ആത്മാവ് അവശേഷിക്കും, അതുകൊണ്ട് കൊല്ലുന്നൊരു കാര്യമില്ല. ഒന്നിൽ പറയുന്നു ആത്മാവ് അവശേഷിക്കും, അപ്പോൾ കൊന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് രാമായണ മഹാഭാരതം എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്ക്. ഇതിൽ രണ്ടിലും എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോഴും ഇതിനകത്ത് കുറേ ആളുകളുടെ ദുഷ്ടത്തരം കൂടി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും അതിലെ ലോജിക്കലായിട്ട് വ്യാസഭാരതത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വായിച്ച പുസ്തകങ്ങളുടെയൊക്കെ ലോജിക്കുകളെ ഒന്നും തള്ളിക്കളയാതെ അതിനകത്ത് എല്ലാം കൃത്യമായ യുക്തിബദ്ധമായിട്ട് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഭാവന നന്നായി ചിറക് വിടർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകം വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നിങ്ങളെല്ലാവരും ഈ വായനയിൽ നേരത്തെ പറഞ്ഞ പോലെ സിന്ദൂരിയുടെ ഈ യാത്രയിൽ കൂടെ ചേരണം എന്ന് പറയുകയാണ്.